ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈവനിങ് സ്നാക്സ് തയ്യാറാക്കുന്നത്. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്സ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് ബ്രെഡിൻ്റെ ഈ എഡ്ജസ് ഒക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ഞാനിതാ ഒരു ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടുത്തെ 8 ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. നമുക്ക് തേങ്ങാപ്പാലാക്കി എടുക്കണം. ഈ തേങ്ങ ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് വേണം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമുക്ക് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നാക്കി തന്നെ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റവ, അത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് പൊട്ടിച്ചിട്ട് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ അധികമായി പോകരുത്. സ്നാക്സിലൊക്കെ എപ്പോഴും ഉപ്പ് മിതമായ രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നെയ്യിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബ്രെഡും ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത്. നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ്. ചൂടോട് കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ ബാറ്ററിൽ കോഴിമുട്ട ചേർക്കാതെയും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കോഴിമുട്ട ഇല്ലെങ്കിലും നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടും ഈ സ്നാക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കോഴിമുട്ട ഉള്ളവർക്ക് കോഴിമുട്ട ചേർത്തിട്ടും തയ്യാറാക്കാവുന്നതാണ്. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യുകയോ അതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ട് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാവുന്നതാണ്. അങ്ങനെ നമുക്ക് വേവുന്നതിനനുസരിച്ച് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ബ്രെഡൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ആദ്യം ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി അടുത്ത് ഫ്രൈ ചെയ്യാനുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. നെയ്യൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിന് നെയ്യ് തന്നെ വേണമെന്നില്ല. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ബ്രെഡൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്സാണിത്. ഇതുപോലെയൊന്ന് ബ്രെഡ് സ്നാക്സ് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്